സാറേ, പാകിസ്ഥാൻ്റെ എവാക്സ് തകർത്തു. ഇപ്പം അറിയാൻ കഴിയുന്നത് ചൈനീസ് ഡ്രോണുകളും തകർത്തു, അതും വളരെ എക്സ്പെൻസീവായ ഡ്രോണുകൾ. അപ്പോൾ ഇന്ത്യ കറക്റ്റായിട്ടുള്ള നീക്കമാണ്, അറ്റാക്കാണ് നടത്തിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ നേരത്തെ നമ്മളും ഇമേജസ് ഒക്കെ പുറത്തുവിട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സേനാ മേധാവിമാരുടെ ഈ പത്രസമ്മേളനങ്ങളിൽ തന്നെ അത് വലിയ വ്യത്യാസമായിട്ടാണ് വിദേശ വിദഗ്ധർ പറയുന്നത്. കാരണം നമ്മൾ ആദ്യമേ തെളിവുകൾ ലോകത്തിന്റെ മുമ്പിൽ വെച്ചല്ലോ, പിന്നീട് ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പൊ ആദ്യമേ നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ വായ അടച്ചു പാകിസ്ഥാന്റെ, നമ്മളിത് തെളിവ് പുറപ്പെട്ടു. അത് കഴിഞ്ഞ് മാക്സ് ടെക്നോളജീസിന്റെ ഒക്കെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വരാൻ തുടങ്ങി, ഹൈ റെസൊല്യൂഷനൊക്കെ. അപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു കാര്യം, ഈ ബൊലാരി എന്ന് പറഞ്ഞ ഈ സുക്കൂർ എന്ന് പറഞ്ഞ വ്യോമത്താവളം, സുക്കൂർ ബൊലാരി എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ബൊലാരി വ്യോമത്താവളം നമ്മൾ മെയ് 10-ാം തീയതി ആക്രമിച്ചപ്പോൾ അവിടെ ഹാങ്ങറിലുണ്ടായിരുന്ന ഒരു വിങ് ലൂങ് 2 എന്ന് പറഞ്ഞ ചൈനീസ് ഡ്രോൺ തകർത്തിരിക്കുന്നു. ഒരെണ്ണമെങ്കിലും തകർത്തു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ സാധാരണ ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും മറ്റ് എക്സ്പെൻസീവ് അല്ല, അങ്ങനെയല്ല ഇത്. ഈ ഡ്രോണിൻ്റെ വില ഒരെണ്ണത്തിന് 2 മുതൽ 4 വരെ മില്യൺ ഡോളറാണ്. എന്ന് പറഞ്ഞാൽ 17 കോടി മുതൽ 34 കോടി വരെയാണ് ഈ ഡ്രോണിൻ്റെ വില. അതാണ് ഈ ചൈനീസ് വിങ് ലൂങ് 2, ഒരു വിമാനം പോലെ തന്നെ വലിപ്പമുള്ളതാണ് ഈ ഡ്രോൺ, ചൈനീസ് ഡ്രോൺ വിങ് ലൂങ് 2. അപ്പോൾ അത് വലിയ നഷ്ടമായിട്ടാണ് ഈ മിലിറ്ററി ജേർണലുകളിൽ കാണുന്നത്. ഇത് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ കിട്ടില്ല. അപ്പോൾ ഇതിൽ വേറൊരു സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ, ഈ ബൊലാരിയിലെ ഹാങ്ങർ 54 മീറ്റർ ഹാങ്ങർ, അത് അടുത്ത കാലത്ത് 2017 തന്നെ ബൊലാരി, അത് ഏറ്റവും അവസാനത്തെ വ്യോമതാവളമാണ് എന്ന് പറഞ്ഞാൽ ആധുനികം പാകിസ്ഥാനിലെ, അവിടെ 54 മീറ്റർ ഹാങ്ങർ ചൈനീസ് സഹായത്തോടു കൂടി അടുത്ത കാലത്ത് പണിതാണ്. ഹാങ്ങർ വിപുലപ്പെടുത്തിയത് അതെന്തിനാന്ന് വെച്ചാൽ ഈ ചൈനയുടെ ഡ്രോണും ഒക്കെ അതൊക്കെ ഇടാനുള്ള ഹാങ്ങർ പണിയാൻ ആയിട്ട് ചൈന തന്നെ, മറ്റേ പാകിസ്ഥാന്റെ കയ്യിൽ പൈസ കുത്തുവാള എടുത്തിരിക്കുകയാണ്, സാധനം കൊടുക്കണം, പൈസയും കൊടുക്കണം, എല്ലാം കൊടുക്കണം. അപ്പൊ ചൈനീസ് സഹായത്തോടു കൂടി അടുത്ത കാലത്ത് ഉണ്ടാക്കിയ ഹാങ്ങറാണത്. ഇത് നമ്മൾ തകർത്തിരിക്കുന്നത് റാംപേജ് എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ് കൊണ്ടാണ്. അതായത് വിമാനത്തിൽ നിന്ന് ലോഞ്ച് ചെയ്ത റാംപേജ് ഇസ്രയേൽ മിസൈലാണ്. അത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ജഗ്വർ ഡാരൻ 2 വിമാനത്തിൽ നിന്നാണ് ലോഞ്ച് ചെയ്തതെന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. IAF ജാഗ്വർ ഡാരൻ 2-വിൽ നിന്ന് ലോഞ്ച് ചെയ്ത റാംപേജ് മിസൈലുകൾ കൊണ്ടാണ് ഈ ബൊലാരി വ്യോമത്താവളത്തിൽ ചൈനയുടെ വിങ് ലൂങ് 2 ഡ്രോണുകൾ തകർത്തിരിക്കുന്നത്. അപ്പോൾ 11 വ്യോമതാവളങ്ങൾ തകർത്ത വിവരം ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ ബൊലാരി 2017 വ്യോമതാവളം ഉണ്ടാക്കുന്നത്. അത് പാകിസ്ഥാൻ്റെ സദേൺ കമാൻഡ്, തെക്കൻ കമാൻഡിൻ്റെ കീഴിൽ, തെക്കൻ വ്യോമ കമാൻഡിൻ്റെ കീഴിൽ വരുന്നതാണ്. അതായത് ജംഷർ, സിന്ധിൽ ജംഷോർ എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഈ ബൊലാരി വ്യോമതാവളം. കറാച്ചിക്ക് വടക്ക് കിഴക്കാണ് ഇത്. അവിടെ F-16, ചൈനയുടെ തന്നെ JF-17, സാം, സ്വീഡൻ്റെ 2000 എവാക്സ് ഒക്കെ നിൽക്കുന്ന വ്യോമതാവളമാണ് ഈ ബൊലാരി. F-16, JF-17, സാം 2000 എവാക്സ്, ഇതൊക്കെയുള്ള അതിലാണല്ലോ ഒരു എവാക്സ് നമ്മൾ തകർത്തിരിക്കുന്ന വിവരം ഉപഗ്രഹ ചിത്രങ്ങളിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു ഉപഗ്രഹ ചിത്രത്തിൽ നിന്നാണ് ഈ വിങ് ലൂങ് എന്ന് പറഞ്ഞ ചൈനീസ് ഡ്രോൺ തകർത്ത വിവരം വന്നിരിക്കുന്നത്. അപ്പോൾ മെയ് 7-നും 10-നും ഇടയ്ക്ക്
തകർത്തു എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പിന്നീട് മെയ് 10 രാത്രിയുള്ള ആക്രമണത്തിൽ തന്നെ ആകണമെന്നില്ല, ഇത് വേറൊരു ആക്രമണത്തിലായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിങ്ലൂങ് 2 അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ ആണ്. അപ്പോൾ UCAV എന്ന് പറയുന്നത് ആളില്ലാത്ത ഡ്രോണാണ്. അത്യാധുനിക ഡ്രോണുകൾക്കുള്ള പുതിയ ഹാങ്ങറാണ് നമ്മൾ ഈ തകർത്തിരിക്കുന്നത്. അത്യാധുനിക ഡ്രോണുകൾക്കുള്ള ഒരു ഹാങ്ങർ ചൈനീസ് സഹായത്തോടു കൂടി പണിതു. ആ ഹാങ്ങറാണ് നമ്മൾ തകർത്തിരിക്കുന്നത്. ഈ മറ്റേ 54 മീറ്റർ ഉള്ള ഹാങ്ങർ എന്ന് പറഞ്ഞത്, അതാണ് തകർത്തത്. മാക്സർ ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നാണ് ഇത് വ്യക്തമാകുന്നത്. മേൽക്കൂര മൊത്തം തകർന്നിട്ടുണ്ട് ഈ ഹാങ്ങറിൻ്റെ ബൊലാരിയിലെ. റാംപേജ് പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകൾ ആണ് തകർത്തിരിക്കുന്നത്. ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ഇസ്രയേൽ മിലിറ്ററി ഇൻഡസ്ട്രീസും സംയുക്തമായിട്ട് ഉണ്ടാക്കിയതാണ് റാംപേജ് മിസൈൽ എന്ന് പറയുന്നത്. പ്രിസിഷൻ ഗൈഡഡ് മിസൈലാണ്. 250 കിലോമീറ്റർ അകലെ നിന്ന് അത് ലക്ഷ്യത്തിലേക്ക് അയക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അതിർത്തിയിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. ജഗ്വാർ വിമാനം, ഇത് അയച്ച ജഗ്വാർ പാകിസ്ഥാന്റെ പുറത്ത് നമ്മുടെ അതിർത്തിക്കുള്ളിൽ തന്നെയാണ് നിലകൊണ്ടിരുന്നത്. വാങ് ലൂങ് 2 എന്ന് പറഞ്ഞ ഈ ഡ്രോണിന് 11 മീറ്റർ ആണ് നീളം. ഒരെണ്ണത്തിന് $2 മുതൽ $4 മില്യൺ വരെ, അതായത് 17 കോടി മുതൽ 34 കോടി വരെ വില വരും. രാജസ്ഥാൻ അതിർത്തിക്ക് പടിഞ്ഞാറാണ് ഈ ബൊലാരി വ്യോമതാവളം. അതായത് 9000 അടി നീളമുള്ള റൺവേ അവിടെ ഉണ്ട്. തെക്ക് ഇപ്പോൾ ഈ ബൊലാരി നമ്മൾ തകർത്തതോടുകൂടി അവിടുത്തെ വാക്സും ഈ വിങ്ലൂങ്ങും ഡ്രോണും ഒക്കെ തകർത്തതോടുകൂടി പാകിസ്ഥാന് തെക്ക് ഭാഗത്ത് സദേൺ കമാൻഡിന് എയർ പവർ ഇല്ലാതായി. എന്ന് പറഞ്ഞാൽ വ്യോമശക്തി ഇല്ലാതെ ക്ഷയിച്ചുപോയി. ഇപ്പം ഇല്ല. ഇന്ത്യയുടെ പടിഞ്ഞാറൻ കമാൻഡ്, നമ്മുടെ പശ്ചിമ കമാൻഡ്, വെസ്റ്റേൺ കമാൻഡിനെതിരെ പോരാട്ട വീര്യം തകർന്ന് തരിപ്പണമായി പാകിസ്ഥാൻ്റെ. അതാണ് വന്നിരിക്കുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ അതിർത്തികളിലൊന്നും ഇനി കാലത്തേക്ക് വലിയ അഭ്യാസമൊന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ ഈ ചൈനയുടെ ഡ്രോൺ വിങ്ലൂങ് 2 ഈ ബൊലാരിയിൽ വന്നത് ഇന്ത്യയുടെ ഇൻ്റലിജൻസിനൊക്കെ അറിയാമായിരുന്നു. നമുക്ക് ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. ചൈനീസ് ഡ്രോൺ ആയതുകൊണ്ട് അതെന്തിനൊക്കെ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അതാണ് ഈ AK ഭാരതി മറ്റേ പത്രസമ്മേളനത്തിൽ വ്യോമസേനയുടെ ഓപ്പറേഷൻസ് DG പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ആക്രമണം മെഷേർഡ് ആൻഡ് കാലിബ്രേറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ കൃത്യതയോടുകൂടി തൂക്കിയുള്ള ആക്രമണമായിരുന്നു. സാർ, ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഡ്രോണുകളുടെയൊക്കെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ടല്ലേ നമ്മൾ ആദ്യം തന്നെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് ഈ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ മേഖല അതിർത്തി വെച്ചു. അപ്പോൾ S-400-നേക്കാൾ കൂടുതൽ വിശ്വാസയോഗ്യമായിട്ട് അത് പ്രവർത്തിച്ചു എന്നല്ലേ ഇപ്പം നമുക്ക് മനസ്സിലാക്കാം. രണ്ടും, അതായത് നമ്മൾ അയൺ ഡോമിനെ പറ്റി ഇസ്രയേൽ ഹമാസ് യുദ്ധകാലത്ത് ചർച്ച ചെയ്തിരുന്നു. അതെ. എന്നിട്ട് നമ്മളെന്തോ ഈ അയൺ ഡോം മഹത്തായ സംഭവമാണെന്നൊക്കെ ധരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുമോ? നമ്മൾ പക്ഷെ ഇതൊക്കെ പഠിച്ചിട്ട് ഈ ഇസ്രയേൽ ഒരു ചെറിയ രാജ്യമാണ്, കൈവെള്ളയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ട്രക്കിലാണല്ലോ മൂവ് ചെയ്യുന്നത്, അതിങ്ങനെ കൊണ്ടുപോവുക. ഇന്ത്യക്ക് അങ്ങനെയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഇസ്രയേലിന്റെ അയൺ ഡോമിനേക്കാൾ എത്രയോ മികച്ചതാണ് നമ്മുടെ ആകാശും S-400 എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഇസ്രയേലിൽ അവർ ടെക്നിക്കലി അവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അവർ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് നിർമ്മിക്കുന്നത്. സത്യത്തിൽ ഇന്ത്യക്കും അതുപോലുള്ള കഴിവുണ്ട്. അപ്പോൾ DRDO പോലെയുള്ള ഈ സംവിധാനങ്ങൾ കൃത്യമായ ഗവേഷണവും പരിശീലനവും ഒക്കെ നടത്തിയാൽ നമുക്കും ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും അല്ലേ? നേട്ടങ്ങളൊക്കെ കൈവരിച്ച് കഴിഞ്ഞു. സത്യത്തിൽ നമ്മൾ മിസൈലുകൾ ഉണ്ടാക്കിയില്ലേ, നമ്മൾ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ടാക്കി, നമ്മൾ ഡ്രോണുകൾ ഉണ്ടാക്കുന്നു, നമ്മൾ പുതിയ വെഹിക്കിളുകൾ, വേറെ ആർക്കും ഇല്ലാത്ത
വെഹിക്കിളുകളൊക്കെ ഈ നമ്മൾ പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം അത്ര അതിപ്പോ അങ്ങനെ വന്നു. അങ്ങനെ നമ്മൾ തന്നെ വിമാനവാഹിനി ഉണ്ടാക്കുന്നില്ലേ തദ്ദേശീയമായിട്ട്, പാകിസ്ഥാനൊക്കെ ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ ഒന്നാമത് ഈ താഴ്ന്നു പറക്കുന്ന തരത്തില് ബ്രഹ്മോസ് പോലൊരു മിസൈൽ ഇപ്പൊ ലോകത്തില്ല. കാരണം 10 മീറ്റർ ഉയരത്തിൽ ഭൂമിയിൽ നിന്ന് പറക്കാമല്ലോ. അപ്പൊ അതുപോലത്തെ വേറൊരു മിസൈൽ ലോകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഇപ്പൊ ആളുകൾ ക്യൂ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ആകാശിന് വേണ്ടി ബ്രസീൽ ഇടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ. വേറൊരു വിഷയമാണത് നിൽക്കുന്നത്. കാരണം ചൈനയുടെ ഒരു സിസ്റ്റം വേണ്ടാന്ന് വെച്ചിട്ട് ബ്രസീൽ ആകാശം മേടിച്ചേക്കാം എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ വിവരമാണിത്. ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട ഡ്രോൺ പലതരം നിരീക്ഷണങ്ങൾക്ക്, ഒരുപക്ഷെ ഇന്ത്യയെ തന്നെ നിരീക്ഷിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ബൊലാരി, രാജസ്ഥാന്റെ ഒക്കെ അടുത്തുള്ള വ്യോമത്താവളമാണ്. അവിടെ അതും കൂടി ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഒരെണ്ണം വിങ്ങിലും നമ്മൾ തകർത്തിട്ടുണ്ട് എന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.